ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബീജത്തെക്കുറിച്ച് പുരുഷന്മാർക്ക് പോലും അറിയാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതെ, പുരുഷന്റെ ബീജങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ അവയവങ്ങളിൽ കടന്നിട്ടുള്ള ഒരു ബീജത്തിന്റെ ഗുണനിലവാരം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു ബീജത്തിനെന്ന് പറയുന്നത് തലഭാഗം, മധ്യഭാഗം, വാൽഭാഗം എന്നിവയാണ്. അപ്പോൾ ബീജത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യാസം ബീജത്തിനുണ്ടെങ്കിൽ അത് തകരാറുള്ള ബീജമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു പുരുഷന്റെ ബീജത്തിന് ഏകദേശം 50 മൈക്രോമീറ്റർ നീളമുണ്ടാകും. തല മുതൽ വാല് വരെയാണ് ആ നീളം കണക്കാക്കപ്പെടുന്നത്. വൃഷ്ണങ്ങളിലാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് പുറത്ത് വെറും ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡിലും 1500 ബീജങ്ങൾ വീതം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ബീജങ്ങൾ വളർച്ച പൂർത്തിയാവുന്നത് 3 മാസത്തിനുള്ളിലാണ്. വൃഷ്ണങ്ങളുടെ മുകൾ ഭാഗത്ത്, അഥവാ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഇവ വളരുന്നത്. വേഗത കൂടുതലുള്ള ബീജങ്ങൾ മിനിറ്റിൽ 45 മില്ലിലിറ്റർ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. വേഗത കുറഞ്ഞവയ്ക്ക് ഏകദേശം 12 മണിക്കൂർ സഞ്ചരിക്കേണ്ടതായി വരും. കാരണം അവ അണ്ഡവുമായി സംയോജിക്കാൻ വേണ്ട സമയമാണ് പറഞ്ഞത്. ബീജങ്ങൾക്ക് എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോമുകൾ ചേർന്നതായിരിക്കും ബീജങ്ങൾ. എക്സ് ക്രോമോസുകളുമായി സംയോജിക്കുകയാണെങ്കിൽ പെൺകുഞ്ഞും, എന്നാൽ വൈ ക്രോമോസുകളാണെങ്കിൽ ആൺകുഞ്ഞുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമാണ്, സ്ത്രീയിൽ നിന്നാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, പെൺകുഞ്ഞ് ആൺകുഞ്ഞ് എന്ന്. ഒരിക്കലുമല്ല, നിങ്ങളുടെ ബീജങ്ങളിൽ നിന്നാണ് ഇവ തുടക്കമിടുന്നത്. ഒരു പുരുഷന്റെ ബീജത്തിൽ എക്സ് ക്രോമോസുകളും വൈ ക്രോമോസുകളും അടങ്ങിയിട്ടുള്ളതാണ്. അവയിൽ നിന്നാണ് ആൺ പെൺ വ്യത്യാസം രൂപപ്പെടുന്നതെന്ന് ഓർക്കുക.